സമ്പത്ത് കുമിഞ്ഞുകൂടാൻ, കുടുംബ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നിധി തേടി ശത്രുവിനെ ഒഴിവാക്കാനൊക്കെ ആഭിചാരക്രിയകൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യർ. ഇതിനൊക്കെ അവസാനം വലിയ കുറ്റകൃത്യങ്ങളിലാണ് എത്തിപ്പെടുക. പനംകുട്ടിയും ഇലന്തൂരുമൊക്കെ നമ്മുടെ മുൻപിൽ ഉദാഹരണങ്ങളായുണ്ട്. 4.5 പതിറ്റാണ്ടിനിടെ കേരളം നടുങ്ങിയ ആഭിചാരത്തിന്റെ മറവിൽ നടന്ന കൊടിയ ക്രൂരതകളിലേക്ക് ഒന്ന് പോകാം. ജൂലൈയിൽ മുണ്ടേരുമയിൽ 9 വയസ്സുള്ള കുട്ടിയെ അമ്മയും സഹോദരങ്ങളും ചേർന്ന് കൊലപ്പെടുത്തിയത് നിധി കിട്ടുമെന്ന മന്ത്രവാദിയുടെ വാക്കുകേട്ടാണ്. 81 ഡിസംബറിൽ പനംകുട്ടിയിൽ സോഫിയ എന്ന യുവതിയെ തമിഴ്നാട്ടിൽ നിന്നുള്ള സിദ്ധന്റെ നിർദ്ദേശപ്രകാരം കൊലപ്പെടുത്തുന്നു. അതും സ്വന്തം ഭർത്താവ് തന്നെ. 2014 ജൂലൈ മാസത്തിൽ കരുനാഗപ്പള്ളിയിൽ ഹസീനയെ കൊലപ്പെടുത്തിയത് ബാധയൊഴിപ്പിക്കാനായിരുന്നു. അതേ വർഷം ഓഗസ്റ്റിൽ പൊന്നാനിയിൽ ഗർഭിണിയായിരുന്ന ഫർസാനയെ വയറിനിടിച്ച് സിദ്ധൻ കൊന്നതും ബാധയൊഴിപ്പിക്കാൻ. 2018 ഓഗസ്റ്റിൽ കമ്പക്കത്താനത്ത് കൃഷ്ണനെയും കുടുംബത്തെയും കൊന്നു കുഴിച്ചു മൂടിയത് മന്ത്രവാദ സിദ്ധി ലഭിക്കാൻ വേണ്ടി. 2022 ഒക്ടോബറിൽ പുറം ലോകമറിഞ്ഞ ഏറ്റവും മൃഗീയവും പൈശാചികവുമായ മന്ത്രവാദ കൊലപാതകം ഇലന്തൂർ ഇരട്ട നരബലി സമ്പദ് സമൃദ്ധിക്ക് വേണ്ടി. കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നിർബാധം തുടരുകയാണ് ഐശ്വര്യത്തിന്, സമ്പത്തിന്, സൗഭാഗ്യത്തിന് കുരുതി കൊടുക്കുന്ന മനുഷ്യജീവനുകൾ മന്ത്രവാദത്തിന്റെ പേരിൽ. കോട്ടയം മണർകാട് ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ മാറി കൊരട്ടിക്കുന്ന് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം. അവിടെയാണ് കേരളത്തെ നടുക്കിയ, നമ്മുടെയൊക്കെ മനസാക്ഷി തന്നെ ഞെട്ടിച്ച ആഭിചാരക്രിയ നടന്ന ദാസിന്റെ വീട്. ഇതൊരു സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളിത് ഞെട്ടി നിൽക്കുകയാണ്. അൻപത്തിയഞ്ച് വയസ്സുള്ള ദാസും ഭാര്യ സൗമിനിയും 3 മക്കളുമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ഏകദേശം 1.5 ആഴ്ച മുൻപാണ് ദാസിന്റെ മൂത്ത മകൻ അഖിൽ ദാസ് കോട്ടയം നട്ടാശ്ശേരി സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത്. കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്നും അത് അടുത്തിടെ മരിച്ചുപോയ ബന്ധുക്കളുടെ ആത്മാക്കളാണെന്നും ഭർത്തൃമാതാവ് സൗമിനി വീട്ടിൽ പറയുന്നു. അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു പൂജാരിയെ തന്നെ വീട്ടിലേക്ക് വരുത്തുന്നതിനെക്കുറിച്ചും വീട്ടിൽ ആലോചന നടക്കുന്നു. തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള ശിവൻ തിരുമേനി എന്നറിയപ്പെടുന്ന ശിവദാസൻ പൂജ നടത്തുന്നതിന് വേണ്ടി മന്ത്രവാദിയുടെ രൂപത്തിൽ ഈ വീട്ടിലെത്തുന്നു. ശിവദാസന് നേരത്തെ തെങ്ങ് കയറ്റമായിരുന്നു ജോലി. തുടർന്ന് ഈ അടുത്തിടെയാണ് ഇത്തരത്തിൽ മന്ത്രവാദത്തിലേക്കൊക്കെ തന്നെ തിരിയുന്നത്. ഈ വീട്ടിലെത്തിയ ശിവദാസൻ നടത്തുന്നത് ആരും കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ക്രൂരമായ പീഡനമാണ്. പെണ്ണ് കൂടുതൽ കുറേ കാലമായപ്പോഴത്തേക്കും കുറേ വയലൻ്റ് ആയിട്ടുള്ള രീതിയിലോട്ടുള്ള സമീപനം വന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി, അടിയായി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവരിലേതോ അപ്പം ഇവർ സ്ഥിരമായിട്ട് കുടുംബ കാര്യങ്ങളിലൊക്കെ പോയി ബന്ധപ്പെടുന്ന ഒരു മന്ത്രവാദിയുണ്ട്. അപ്പോൾ ആ മന്ത്രവാദിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു ബാധ കെട്ടിയിട്ടുണ്ട്, ഈ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുടുംബത്തിൽ വലിയ വിഷയം ഉണ്ടാകും, അതുകൊണ്ട് ഈ ബാധ എങ്ങനെയും ഒഴിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രവാദിയാണ് സത്യത്തിൽ ഇവരെ ഈ കുരുക്കിയത് ഈ വിഷയത്തിൽ. ഞാനും എൻ്റെ കെട്ടിയവനും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ ബാധയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് ബാധയുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇവരുടെ വീട്ടുകാർ വിളിപ്പിക്കുകയൊക്കെ ചെയ്തത്. വിളിപ്പിച്ച് പുള്ളി വന്നു കഴിഞ്ഞ ശേഷം പുള്ളി പറയുന്നത് അമ്മായിയമ്മയാണോ വിളിപ്പിച്ചേ പൂജാരിനെ? പൂജാരിനെ അമ്മായിയമ്മ വിളിപ്പിച്ചേ. ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉടനെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബാധയുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, ഞാൻ വഴക്കുണ്ടാക്കുന്ന ബാധയുള്ളതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പുള്ളി ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇവനോട് പറയുകയും ചെയ്തേടാ എൻ്റെ അകത്ത് ബാധയൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും ഇല്ലെന്ന് ഞാൻ പുള്ളിയോട് പറയുകയും ചെയ്തു. പുള്ളി പറഞ്ഞാൽ നമുക്ക് നോക്കാം, എന്നോട്ട് നോക്കാമെന്ന് തന്നെ. പുള്ളിക്കും അറിയത്തില്ലായിരുന്നു ഇവർ വിളിച്ച കാര്യങ്ങളൊന്നും. ഞാൻ എൻ്റെ വീട്ടുകാരായിട്ട് വിളിക്കുന്ന സംസാരിക്കുന്ന ഒന്നും ആ മന്ത്രവാദിക്ക് ഇഷ്ടമല്ല. തനിക്ക് ഒരു കുഴപ്പവുമില്ലെന്നും
തൻ്റെ ശരീരത്തിൽ ഒരു ബാധയുമില്ലെന്നും ഈ പെൺകുട്ടി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാൻ ഈ വീട്ടുകാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ നവംബർ 2 രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ ഏകദേശം 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്രൂരമായ പീഡനവും പൂജയുമാണ് ഈ കാണുന്ന ഈ വീട്ടിലെ നടുമുറിയിൽ നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. വീട്ടുകാരുടെ മുന്നിൽ വച്ചായിരുന്നു ക്രൂരമായ ആഭിചാരക്രിയ നടന്നത്. അഖിൽദാസിന്റെ സഹോദരി ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ഈ കേസിന്റെ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് പോലീസിന് തന്നെ കൂടുതൽ ബോധ്യമുണ്ടായത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ്. അതിക്രൂരമായ രീതിയിലുള്ള പീഡനമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ പറയുന്ന പെൺകുട്ടി ഈ വീടിനുള്ളിൽ നേരിടേണ്ടി വന്നത്. ഈ പൂജാരിയും ബന്ധുക്കളും ചേർന്ന് പെൺകുട്ടിയുടെ കൈകാലുകൾ പട്ടുപയോഗിച്ച് കെട്ടിയിടുന്നു. പലതവണ ഈ 10 മണിക്കൂറിനിടയിൽ മദ്യം നൽകി പെൺകുട്ടിയെ അബോധാവസ്ഥയിലാക്കുന്നു. സിഗരറ്റ് കത്തിച്ച് ഈ പെൺകുട്ടിയുടെ വായിൽ തിരുകുന്നു. ഇതേ സിഗരറ്റ് എടുത്ത് പെൺകുട്ടിയുടെ നെറ്റിയിൽ പൊള്ളലുണ്ടാക്കുന്നു. പൂജയ്ക്ക് ഉപയോഗിച്ച ഭസ്മം പെൺകുട്ടിക്ക് തിന്നാൻ നൽകുന്നു. അത് നിർബന്ധപൂർവ്വം തീറ്റിക്കുന്നു. അതിനുശേഷം ആണി ഉപയോഗിച്ച് പെൺകുട്ടിയുടെ തലമുടി മുറിച്ചെടുക്കുന്നു. ഈ ഭർത്താവിന്റെ സഹോദരി തന്നെ ഇതെല്ലാം മൊബൈലിൽ ദൃശ്യങ്ങളായി പകർത്തുന്നു. ഒരുപക്ഷെ കേസ് അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായതും ഈ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ്. പോലീസിന് പോലും ഈ കേസിനെ സംബന്ധിച്ച് അതിന്റെ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയുണ്ടായത് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ്. മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അച്ഛനെ തല്ലി, അമ്മായച്ഛനെ തല്ലി എന്നൊക്കെ പറഞ്ഞു. ബീഡി വലിച്ച് കൊച്ചിന് ആ ബീഡി വലിച്ച് എൻ്റെ നിങ്ങൾ അബോധാവസ്ഥയിലായിരുന്നു? അതെ, ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആ സമയത്ത് എന്നെ സംഭവിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആ പുള്ളി ഒരു പട്ട് കെട്ടിക്കഴിഞ്ഞ ശേഷം കയ്യെ വന്നപ്പോഴത്തേക്കും എന്തോ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നൊരു തോന്നൽ എനിക്ക് വന്നു. കയറി വന്ന് പെട്ടെന്ന് എന്തോപോലെ കയറി വന്നു കഴിഞ്ഞ ശേഷം പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാനൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ പടം എനിക്ക് ഓർമ്മയുള്ള പൂജാരി വന്നതും ഓർമ്മയുണ്ട്. പൂജാരി ഹോമം അത് ആണി ചുറ്റിയിട്ട് മുടി എന്നിട്ട് മുറിപ്പിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ആ പാടം മുടി കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞു ഇല്ല അതിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇത്രയും വലിയ ക്രൂര പീഡനം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ ഒച്ച പുറത്ത് കേൾക്കാതിരിക്കാൻ വീട്ടിലെ ഹോം തിയേറ്ററിൽ പാട്ട് വെച്ചാണ് കുടുംബം അതെല്ലാം തന്നെ മറച്ചത്. രാത്രിയിൽ പോലീസ് വന്ന് കൊച്ചിനെ വീട്ടുകാർ വന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു ഒച്ചയൊക്കെ കേട്ടെന്നുള്ളൂ. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങിയില്ല. ഈ സംഭവം നടന്ന പിറ്റേന്ന് തൻ്റെ പിതാവിനോട് ഈ പെൺകുട്ടി കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. മണർകാട് പോലീസിൽ പിതാവ് ഒരു പരാതി നൽകുന്നു. അതിന് തുടർച്ചയായുണ്ടായ അന്വേഷണമാണ് ഈ കുറ്റകൃത്യങ്ങളുടെ സത്യം പുറത്തറിയുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. എന്തായാലും നിലവിൽ 10 മണിക്കൂർ നടന്ന പൂജയാണ്. അതിൽ 1.5 മിനിറ്റ് വരെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ലഭിച്ച വീഡിയോ ദൃശ്യങ്ങളുടെയും പെൺകുട്ടിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭർത്താവ് അഖില്, ഇയാളുടെ പിതാവ് ദാസ്, ഈ പൂജകൾക്ക് നേതൃത്വം നൽകിയ തിരുവല്ല മുത്തൂർ സ്വദേശി ശിവൻ തിരുമേനി എന്ന ശിവദാസ്, ഈ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയത്ത് തന്നെ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഭർത്തൃമാതാവ് സൗമിനി, മറ്റ് 2 സഹോദരങ്ങൾ എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇവിടെ എങ്ങും ഉണ്ടാകരുത്. അതാണ് നമ്മളത് ഇതുമില്ലാത്തൊരു സംഭവമായിപ്പോയി. മന്ത്രവാദം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. മന്ത്രം കൊണ്ടൊരു കാരണവുമില്ല. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മോചനം നേടാനായിട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടെങ്കിൽ ആ വഴിയിലോട്ട് തേടി പോകും. കാരണം ഇവർക്ക് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും അറിവുകളൊന്നും ഇല്ല. അതിൻ്റെയൊക്കെ ഒരു പോരായ്മകളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവരും വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പ്രബുദ്ധ കേരളമാണ്. സാക്ഷരതയിൽ നമ്മൾ ഏറെ മുന്നിലാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ബാധ, ദുരാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്താനേ പുരോഗമന കേരളത്തിന് വിധിയുള്ളൂ. വൈകല്യം മാറ്റാൻ സിദ്ധന്റെ ചികിത്സയ്ക്ക് പോയി പീഡിപ്പിക്കപ്പെട്ടവരും സമ്പത്ത് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ മന്ത്രവാദ കളത്തിന് മുന്നിൽ നിന്ന് ഇരയാക്കപ്പെട്ടവരുമുണ്ട്.
പുറത്തു പറയാൻ പേടിച്ച് എല്ലാം ഒരു നിശ്വാസം മാത്രമായി ഉള്ളിലൊതുക്കുന്നവർ അതിലേറെയാണ്. മേൽപ്പറഞ്ഞ കേസുകളിലെല്ലാം നിയമത്തിന്റെ പോരായ്മ പലപ്പോഴും ഈ കപടസിദ്ധർക്ക് ഗുണം ചെയ്യുന്നു. തെറ്റിദ്ധരിപ്പിച്ച് കൊലയും കൊള്ളയും ചെയ്യുന്നവർക്ക് പഴുതുകൾ തുറക്കപ്പെടുന്നുണ്ട്. 2018 ഇടുക്കി കമ്പകത്താനത്തെ കൂട്ടക്കുരുതിയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ അന്ന് മന്ത്രവാദത്തെ നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണം ശുപാർശ ചെയ്യപ്പെട്ടു. നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം 2 മക്കൾ കൂടി മൃഗീയമായി കൊല്ലപ്പെട്ടു. 4 അടി താഴ്ചയുള്ള കുഴിയിൽ 4 മൃതദേഹങ്ങൾ അടിച്ചൊതുക്കി കുഴിച്ചു മൂടിയത് 2 പേർ ചേർന്നായിരുന്നു. കൊലപാതക കുറ്റത്തിന്റെ പേരിൽ മാത്രം ഇത്രയും ഹീനമായ കൃത്യം ചെയ്തവരെ പെടുത്തേണ്ടി വന്നതിലെ ഗതികേടിൽ നിന്നാണ് പോലീസിന് വീണ്ടും വിചാരമുണ്ടായത്. 2022 കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായ നിയമനിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് വയ്ക്കുന്നത്. കാരണം കേരളം ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും ഭയാനകമായ സൈക്കോ ക്രിമിനൽ ആക്ടിവിറ്റി തുണയാകുന്നത് കേരളത്തെ പിടിച്ചുകുലുക്കുന്ന ബ്ലാക്ക് മാജിക് ക്രൈം തോട്ട്സ്, കൂടെ ലഹരിയുടെ കൂത്താട്ടവും. ആഭിചാരവും ബലാത്സംഗവും കൊലപാതകവും പൈശാചികതയും. കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരുകി ഒരു സ്ത്രീയെ ശരീരമാസകലം മുറിവേൽപ്പിക്കാനും ശരീരഭാഗങ്ങൾ മുറിച്ചെടുക്കാനും അത് പാകം ചെയ്ത് കഴിക്കാനും 56 കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടാനും സാധിക്കുക. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അത് ആവർത്തിക്കുക. നരബലി കഥ കേട്ട് വിറച്ചു നിൽക്കുന്ന മലയാളിക്കിടയിലേക്ക് തൊട്ടടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ നിന്ന് സമാനമായ നരബലി ശ്രമം പുറത്തു വന്നു. പോലീസ് ഇടപെട്ട് തടഞ്ഞു. മലപ്പുറത്ത് നിന്ന് കടബാധ്യത തീർക്കാനും സമ്പത്തുണ്ടാക്കാനുമാണ് യുവതി മന്ത്രവാദിക്ക് മുന്നിലെത്തിയത്. മന്ത്രക്കളത്തിന് മുന്നിൽ പീഡന ശ്രമം അരങ്ങേറി. ഇരയാക്കപ്പെടുന്നവരിലേറെയും കുട്ടികളും സ്ത്രീകളും. കറുത്ത കാട്ടാളവേഷത്തിൽ കുടിലതയുടെ കൂടും കുട്ടി എന്ത് ഹീനകൃത്യത്തിനും മറയും മടിയുമില്ലാതെ മന്ത്രവാദികളുണ്ട് ചുറ്റും. പിടിക്കപ്പെടാതെ പിടികൊടുക്കാതെ. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാതെ പിന്നെയും പിന്നെയും അതേ പാതയിൽ പോകുന്ന ഗതികേടിന്റെ വിഗതിഗതിയിൽ ഗതി കിട്ടാതെ അലയുന്നവരുണ്ടല്ലോ. കപടതയുടെ കറുത്ത മൂടുപടം തുടച്ചു നീക്കാൻ നിങ്ങളും തുനിഞ്ഞിറങ്ങണം. അതിന് നിയമത്തിന്റെ നിറം ചാർത്തിയ കൂച്ചുവിലങ്ങ് വേണം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.